കുന്ദമംഗലം കുരുക്കത്തൂരിൽ വീടിനുള്ളിൽ സ്ഫോടനത്തിൽ 2 പേർ മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഫോറൻസിക് സംഘം ഇന്ന് സ്ഥലത്ത് പരിശോധന നടത്തും. തെരഞ്ഞെടുപ്പും വിഷുവും കണക്കിലെടുത്തായിരുന്നു പടക്ക നിർമ്മാണം. സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും കേടുപാടുകളുണ്ട്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് സംഭവിച്ചത്? ദുരൂഹതയുള്ള ഒരു സംഭവം തന്നെയാണ്, സംശയമില്ല. എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് നൽകുന്നുണ്ടോ? രഞ്ജിത്ത്, ഇതൊരു പൂർണ്ണമായും അനധികൃതമായി പടക്കം ശേഖരണം നടത്തുകയും അല്ലെങ്കിൽ പടക്ക നിർമ്മാണം നടത്തുകയും അതിന് തീപിടിച്ചൊരു അപകടം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നൽകുന്ന വിശദീകരണം. ബേബി എന്നയാളുടെ ഉടമസ്ഥയിലുള്ളതാണ് ഈ പഴയ ഒരു തറവാട് രീതിയിലുള്ള ഈ വീട്. അവിടെ മുണ്ടിക്കത്താഴ് സ്വദേശിയായ വിഷ്ണു ആണ് വാടകയ്ക്കെടുത്തിരുന്നത്. അതിനുശേഷം ഇവിടെ പടക്ക നിർമ്മാണം നടത്തുകയായിരുന്നു. പടക്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന വിഷ്ണുവിന്റെ സഹോദരൻ കൂടിയായ രാഹുൽ, ഒപ്പം രാമനാട്ടുകര സ്വദേശിയായ മറ്റൊരു രാഹുൽ എന്നിവരാണ് മരിച്ചത്. 2 മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം പരിക്ക് പറ്റി ആശുപത്രിയിൽ 2 പേർ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യവുമുണ്ട്. പടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഓലയടക്കമുള്ള സാമഗ്രികൾ ഈ വീടിന് പുറത്ത് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാനും കഴിയും. നമുക്കൊപ്പം ഇപ്പോൾ അയൽവാസിയായ ഒരു ചേട്ടൻ തന്നെ ഉണ്ട്. ചേട്ടാ, എന്തൊക്കെയാണ് രാത്രി 9:50 സ്ഫോടനം കേട്ടു. ഒന്നാണ് അതിഭീകരമായിട്ടുള്ള സ്ഫോടനം. ആദ്യം ഒന്ന് കേട്ട് രണ്ടാമത്തെ അത്രല്ലേ, പിന്നെ രണ്ടാമത്തെ കേട്ടപ്പോൾ നമുക്ക് ആർക്കും മനസ്സിലായില്ല എവിടെ നിന്ന് എങ്ങനെയാണ് എന്താണ് സംഭവിച്ചതെന്നും അറിയില്ല. കാരണം നോർമൽ പടക്കത്തിൻ്റെ അല്ലെങ്കിലും ബാക്കിയുള്ള ഗുണ്ടിൻ്റെയൊക്കെ ശബ്ദത്തിൻ്റെ ഒക്കെ അതിൻ്റെ 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി ശബ്ദത്തിൽ വീട്ടിലെൻ്റെ മകളെ കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്. 6 മാസമായ കുട്ടികൾ. നമ്മൾ അങ്ങനെ ഉറങ്ങൂല്ലല്ലോ കുട്ടികൾ. അവർക്ക് കഷ്ടപ്പെട്ട് ഉറക്കുമ്പോൾ പെട്ടെന്ന് വന്ന് കുട്ടി വന്ന് ജനലിൻ്റെ ചില്ലൊക്കെ അങ്ങനെ കടകടകടാന്ന് പറഞ്ഞ് ധരിക്കുന്നൊരു ആ ജർക്കിങ് കൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് നോക്കുന്നവർ ഇവിടെ ഈ പ്രദേശത്ത് പുകയാണ്. കുറേ ആൾക്കാർക്ക് ഓടിയെത്തി. അപ്പോഴാണ് ഒരാൾ ഇവിടെ ഇങ്ങനെ അവിടെ കിടക്കുന്നു. ഒരാൾ പുറത്ത് തുടങ്ങി പുറത്ത് ചാടിപ്പോയി. മറ്റേയാളവൻ കാലും കയ്യൊക്കെ പോയി കഴിഞ്ഞു. അയാളാദ്യം തന്നെ ഇവിടെ ഉണ്ട്, ഇടിക്കത്തുള്ളതുണ്ട്. പിന്നെ ഫയർഫോഴ്സ് വന്നതിന് ശേഷമാണ് പള്ളിക്കൂടത്തിലുള്ള രാഷ്ട്രീയക്കാരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഇവിടെ കൂടിയെത്തി. അവരാണ് പിന്നെ ഇയാളെ പടക്ക നിർമ്മാണം നടക്കുന്നതായിട്ട് അടിമുട്ടി ദുരൂഹതയായി. ഇവിടെ വന്ന് ഒരു ദിവസം ഇവിടെ നിന്ന് ഈ പനവല അങ്ങനെ ഉണക്കാനിട്ടാണ്, പച്ച പനവല. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പടക്കം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾ കാര്യങ്ങളൊക്കെ ശരിയാക്കി ദൂര സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കും. ഉണ്ടാക്കുന്നതിൽ ഇത്രയും സാധനങ്ങൾ ഇവിടെ കാണുമല്ലോ. പടക്കൊന്നും ഇവിടെ പിന്നെ സ്ഫോടനം നടക്കുമല്ലോ. അതന്നെ ഇല്ല. പിന്നെ ആളുകൾ എന്ന് പറഞ്ഞാൽ കുറേ ചില ദിവസങ്ങളിൽ 7 കൂടുതൽ കൂലിക്കാരുണ്ട് ഡെയിലി വേജസിന്. ഇവരാരും നമുക്ക് പരിചയമുള്ള ആളുകളൊന്നും എല്ലാം പുറത്തുള്ള ആൾക്കാരാണ്. അവിടെ നിന്നൊക്കെ ഉള്ളവർ മുണ്ടിയത്താഴത്തുള്ളവർ ഓരോ കൂടെയാണെന്ന് തോന്നുന്നു ചെയ്യുന്ന മരിച്ച ഇയാളൊക്കെ കൂടെ. സാറിന് CWRന്റെ അടുത്ത വീട്. പക്ഷേ ഞാൻ ഇന്നലെ കാറിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൗണ്ട് കേട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ ഈ ചുറ്റോട്ടത്തൊക്കെ നല്ല ശബ്ദം ഉണ്ടായിരുന്നു. കൂടുതൽ നേരമില്ല, പെട്ടെന്നാണ്. പക്ഷേ സ്പാർക്കിംഗ് ഉണ്ടായിരുന്നു, നല്ല മിന്നലുണ്ട്, ഒരു മിന്നൽ മാതിരി. അപ്പോൾ ആരാണ് ഇത്രയും ഇതിൽ പൊട്ടിയ ഇഷ്യൂ അല്ലേ, അപ്പോൾ അത് കരുതിയതാണ്. അല്ലാതെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്ന് പകർച്ചയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ അടുത്തുള്ളവരാണ്? ഞാൻ പെരുങ്കോട്ട. ചേട്ടാ, ഇതിപ്പം എത്ര പേരാണ് നമ്മുടെ ജോലി ചെയ്തിരുന്നത്? അറിയില്ല. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ആളുകൾ വന്നു പോയി നിൽക്കുന്നുണ്ട്? അതും അറിയില്ല. നിങ്ങൾക്ക് എവിടെ താമസിക്കുന്നത്? ഞാൻ കുറച്ച് അപ്പുറത്താണ് താമസിക്കുന്നത്. എങ്ങനെയാണ് അവിടെ ശബ്ദം ഉണ്ടായിരുന്നു? നല്ല ശബ്ദമാണ്. നല്ല കാരണം ജനൽസിൽ മൊത്തം ദഹിക്കുന്നു ഒക്കെ മാറ്റം. ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നു, ഒരു കുലുക്കോ. ഞാൻ ചോറുന്ന നേരമാണുള്ളത് സംഭവം. ഇവിടെ ഇങ്ങനെ ഒരു പടക്കശാല ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു? അറിയില്ല. ആളുകൾക്ക് അറിയില്ല. ഇതൊരു പഴയ വീടാണല്ലോ അല്ലേ? പഴയ വീടാ. ഒരു 7 മാസമായിട്ടുള്ളൂ ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട്. വിഷ്ണു വിഷ്ണു അവന്റെ ഭാര്യ ഓല മാത്രമേ ഞങ്ങൾ കാണാനുള്ളൂ, വേറെ ആരും കാണാനില്ല. ഈ പണിക്കാർ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്നൊക്കെ പറയുന്നത് അറിയില്ല. നിങ്ങൾക്ക് ഇവിടെ ഉള്ളവരാ? ഞാൻ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തില്ല. സൗണ്ട് കേട്ടിട്ടുണ്ട് രാത്രി 10:10. ഞാൻ മുറ്റത്തോട് നടക്കുമ്പോൾ വിഷുവിന് വടക്കം പൊടിച്ച് വിചാരിച്ചു. ശബ്ദം കേട്ടപ്പോൾ അങ്ങനെ ചിന്തിച്ചത്. കുട്ടികൾക്ക് പേടിയാത്ത രീതിയിൽ ഒരു ഭയങ്കര ശബ്ദമായിരുന്നു. അപ്പോൾ ഞാൻ വീടിന് മുന്നിൽ കൂടി നടക്കുകയായിരുന്നു. ഞാൻ RCMന്റെ ആളാണ്. അപ്പോൾ അതിന്റെ മീറ്റിംഗും കാര്യത്തിനൊക്കെ പോകുന്നതാണ്. ഇതിപ്പോ ഇങ്ങനെ ഒരു പടക്ക നിർമ്മാണ സ്ഥലം ഉണ്ടെന്ന് ഒന്നും അറിയില്ല. ഇന്നലെ അത് സംഭവം അറിയുന്നത്. യാതൊരു വിവരമില്ല ഇവിടെ. അതാണ് ഈ നാട്ടുകാരിൽ പലർക്കും പോലും ഇതൊരു പടക്ക നിർമ്മാണ
ശാലയാണ് എന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. നമുക്ക് കാണാം ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ഓലകൾ, ഈ ഓലപ്പടക്കത്തിന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഓലകൾ കൂട്ടി വലിയ തോതിൽ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. വിഷു വരാൻ പോവുകയാണ്. കോഴിക്കോട് മേഖലയിലൊക്കെ വിഷുവിന് വലിയ തോതിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഒപ്പം തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലമാണ്. സ്വീകരണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയായി വലിയ തോതിൽ പടക്കം വേണ്ടിവരും. അതും കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്നതാണ് ഈ ഓലപ്പടക്കം. അതുകൊണ്ട് ആ ഓലപ്പടക്കത്തിന് വലിയ കച്ചവടം ഉണ്ടാവാറുമുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം ചെറിയ മരുന്ന് നിറച്ചുള്ള ഓലപ്പടക്കങ്ങൾ നിരോധിച്ചിരിക്കുന്ന ഒരു സാമഗ്രികൾ കൂടിയാണ്. പക്ഷേ നാട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ ഓല മാത്രം കൊണ്ടുവരികയും ഇത് ഉണക്കിയെടുക്കുകയും ചെയ്യുന്നു. മറ്റൊരു സ്ഥലത്താണ് ഈ പടക്കം ഉണ്ടാക്കുന്നതെന്നാണ് അറിയിച്ചിരുന്നത്. അതുകൊണ്ട് നാട്ടുകാർ ഇക്കാര്യത്തിൽ അത്ര വലിയ ബോധവാന്മാർ ആയിരുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു ജനവാസ മേഖല തന്നെയാണ്. ചുറ്റുപാട് ഒരുപാട് വീടുകളുണ്ട്. ഈ വീട്ടുടമയുടെ തന്നെ ബന്ധുക്കളായ ആളുകൾ സമീപ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നുമുണ്ട്. വിഷ്ണു എന്നയാളാണ് ഈ വീട് വാടകയ്ക്കെടുത്തത്. വിഷ്ണുവിന്റെ സഹോദരൻ രാഹുലും മറ്റൊരു രാമനാട്ടുകര സ്വദേശിയായ രാഹുലുമാണ് മരിച്ചിരിക്കുന്നത്. വിഷ്ണുവിന്റെ ഭാര്യ അടക്കമുള്ളവർ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കുന്നമംഗലം പോലീസ് ഇന്നലെ തന്നെ സ്ഥലത്ത് എത്തിയിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ എത്തി ഇവിടെ ശേഖരിച്ചിരുന്ന പടക്കങ്ങൾ പൂർണ്ണമായും നിർവീര്യമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം പോലീസ് BNSലെ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഈ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുക, നരഹത്യ തുടങ്ങിയ വകുപ്പുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഫോറൻസിക് വിദഗ്ധരും ഒപ്പം ഫയർ ഓഫീസറും വന്ന് തെളിവെടുപ്പ് അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള സാമഗ്രികളുടെ മറ്റും പരിശോധന നടത്തും. എങ്ങനെ ഇത്രയധികം പടക്കം സംഭരിക്കാൻ ഈ വിഷ്ണുവിന് കഴിഞ്ഞു, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ പടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികൾ വന്നത് എന്നടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. അതും ഒരു ജനവാസ മേഖലയിൽ എങ്ങനെ ഇത്തരം ഒരു യൂണിറ്റ് പ്രവർത്തിച്ചു, മറ്റിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നതാണോ അല്ലെങ്കിൽ ഇവിടെ നിന്നും മറ്റു എവിടേക്കെങ്കിലും മാറ്റിയിരുന്നാണോ എന്നടക്കമുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. എന്തായാലും സമഗ്രമായ അന്വേഷണം നടക്കും. 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ദുരൂഹമാണ് കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഫോറൻസിക് സംഘം അടക്കം അവിടെ എത്തി ഇപ്പോൾ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.